the HCF and the LCM of 12, 21, 15 respectively are 12, 21, 15 എന്ന മൂന്ന് നമ്പറുകളുടെ HCFും LCMും എന്തായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൈം ഫാക്ടറൈസേഷൻ മൂലം നമുക്ക് LCMും HCFും കണ്ടുപിടിക്കാം. 12, 21, 15 എന്ന നമ്പേഴ്സിൻ്റെ LCM ആൻഡ് HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇതിന് 12നെയും 21നെയും 15നെയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. 12, 21, 15. 12നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12ൽ 2 6 ടൈംസ്, വീണ്ടും 2 കൊണ്ട്, ദെൻ 3 ടൈംസ്. ഇവിടെ നമുക്ക് എൻഡ് ചെയ്യാം. 12 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3. ദെൻ 21നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം 21 എന്നുള്ളത് ഒരു ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 7. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. 3 ഇൻറ്റു 7, 21 ഈക്വൽ ടു 3 ഇൻറ്റു 7. 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5. ഇവിടെ അവസാനിപ്പിക്കാം, കാരണം 5 പ്രൈം ഫാക്ടറാണ്. അതുകൊണ്ട് പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. 15 ഈക്വൽ ടു 3 ഇൻറ്റു 5. ഇനി HCF കണ്ടുപിടിക്കുന്നത്. HCF എന്ന് പറയുന്നത് കോമൺ ആയ ഫാക്ടറിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. 3, 3, 3. അതുകൊണ്ട് ആൻസർ 3. LCM കണ്ടുപിടിക്കുന്നത് ഫാക്ടേഴ്സുകളിൽ എല്ലാ ഫാക്ടേഴ്സിനെയും സെലക്ട് ചെയ്യണം. ഇപ്പോൾ 2 എന്ന ഫാക്ടറിനെയും 3 എന്ന ഫാക്ടറിനെയും, വീണ്ടും 3 വന്നതുകൊണ്ട് ഈ ഒരു 3യെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി 7നെയും 5നെയും എല്ലാ ഫാക്ടേഴ്സിനെയും സെലക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ 2, 3, 7, 5 എല്ലാ ഫാക്ടേഴ്സിനെയും സെലക്ട് ചെയ്യുന്നു. അതോടുകൂടെ ഏറ്റവും പവർ ഉള്ള നമ്പറിനെയാണ് അതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 2 സ്ക്വയർ എന്നതാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് 2 സ്ക്വയർ. 3 രണ്ട് ഒരുപോലെയുള്ള പവറാണ്, അതുകൊണ്ട് 3. 7 ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 7. 5 ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് 5. ഈ 7 സ്ക്വയർ അപ്പുറം ഉണ്ടായിരുന്നെങ്കിൽ 7 സ്ക്വയറാണ് സെലക്ട് ചെയ്യേണ്ടത്. 3 സ്ക്വയർ ഉണ്ടെങ്കിൽ 3 സ്ക്വയറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ പവർ ഉള്ളതിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ ഇതിൻ്റെ ആൻസർ 2 സ്ക്വയർ 4, 3, 7 ഇൻറ്റു 5. ടോട്ടലി 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 7 ഇൻറ്റു 5. ആൻസർ 420. So the LCM of 12, 21, 15, answer 420. HCF is 3. Okay, thank you.